الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم قل هل أنبئكم بشر من ذلك مثوبة عند الله من لعنه الله وغضب عليه وجعل منهم القردة والخنازير وعبد الطاغوت أولئك شر مكانا وأضل عن سواء السبيل. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. സൂറത്തുൽ ഫാത്തിഹയാണ് നാം ഏതാനും ആഴ്ചകളായി ഖുതുബയിലൂടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അല്ലാഹു അനുഗ്രഹിച്ചവർ ആര്, അവരുടെ മാർഗമെന്ത്, സിറാത്തല്ലദീന അൻഅംത അലൈഹിം നമ്മൾ വിശദീകരിച്ചു. അല്ലാഹു അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ അല്ലാഹു നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വേണമെങ്കിൽ ആ പ്രാർത്ഥന പൂർണ്ണമാണ്. നേരായ വഴി അല്ലാഹുവോട് ചോദിച്ചു, ഒന്നുകൂടി വിശദീകരിച്ചു. അത് റബ്ബേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതോടുകൂടി പ്രാർത്ഥന പൂർണ്ണമായിട്ടുണ്ട്. പക്ഷേ ഫാത്തിഹ അവസാനിച്ചില്ല. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, റബ്ബേ നിന്റെ കോപം ആരുടെ മേലാണോ ചൊരിയപ്പെട്ടത് അവരുടെ മാർഗമല്ല. വീണ്ടും വീണ്ടും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരായ മാർഗം എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിരുന്നു. ഒന്നുകൂടി സ്ഫുടം ചെയ്തു, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. വീണ്ടും ശുദ്ധീകരിക്കുകയാണ്. നിന്റെ കോപത്തിന് പാത്രമായവരുടെ വഴിയല്ല, ആ വഴിയല്ല ഞങ്ങൾ ചോദിക്കുന്നത്. അതറിഞ്ഞ് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ, നമസ്കാരത്തിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ, ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ വരേണ്ടതുണ്ട്. നിന്റെ കോപം സിദ്ധിക്കുന്ന വഴിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ എന്ന് ഏതൊരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ രൂപപ്പെടേണ്ട പ്രാർത്ഥനയാണത്. ഇവിടെ സംഭവിക്കാത്തത് എന്തുകൊണ്ട്? എല്ലാ ആഴ്ചയും നമ്മൾ ആവർത്തിച്ചതാണത്. നമുക്കറിയില്ല എന്താ പറയുന്നത്, നമ്മൾ മനഃപ്പാഠം പഠിച്ചതാണത്. അതുകൊണ്ട് ഇങ്ങനെ ചെല്ലിപ്പോകുന്നു. നിസ്കാരത്തിലായാലും അല്ലാത്തപ്പോഴും മനഃപ്പാഠം ഫാത്തിഹ പഠിച്ചതിനാൽ നമ്മളിങ്ങനെ ചെല്ലിപ്പോകുന്നു. ഹൃദയത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഇല്ല. റബ്ബേ നിന്റെ കോപത്തിന് പാത്രമായുള്ള വഴിയല്ല റബ്ബേ, നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഒരു തേട്ടുണ്ടാവില്ലേ, ഞങ്ങളെ
ആ കോപിച്ച നിന്റെ കോപത്തിൽ മാത്രമായ ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ എന്ന് ഒരു പ്രാർത്ഥന നമ്മിൽ ഉണ്ടാവേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിശദീകരിച്ചപ്പോൾ സഹാബത്ത് ചോദിച്ചു, റബ്ബേ റസൂലേ, ജൂതന്മാരെ പറ്റിയാണോ ഈ പറഞ്ഞത്? അവരല്ലാതെ പിന്നെ ആര് എന്ന് നബി മറ്റൊരു ചോദ്യത്തിലൂടെ മറുപടി പറഞ്ഞു. തെറ്റിദ്ധരിക്കരുത്, ഈ കോപത്തിന് പാത്രമായവരിൽ ലോകത്ത് കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവരാണ് ജൂതന്മാർ. മൂസാ നബിയുടെ കാലത്ത് പോലും, സ്വന്തം റസൂലിന്റെ കൂടെ ജീവിക്കുമ്പോൾ പോലും അള്ളാന്റെ കോപത്തിന് ഒരു പാത്രമായിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗ കാലഘട്ടത്തിലെ ജൂതന്മാരും ഇതേ കോപത്തിന് പാത്രമാവുന്ന അവസ്ഥയിലായിരുന്നു. ഇന്നും ഇപ്പോഴും അള്ളാന്റെ കോപശാപത്തിനിരയാവുന്ന അവസ്ഥയിൽ തന്നെയാണ് ജൂതന്മാരുള്ളത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ആശ്വസിക്കണ്ട അത് കേട്ടിട്ട്. ഒരിക്കലും നമുക്ക് മുന്നറിയിപ്പാണത്. അത് ജൂതന്മാരല്ലേ. അതേ വിശ്വാസവും അതേ നടപടിയും അതേ ധിക്കാരവും അവരിൽ എന്തെല്ലാം തെറ്റുകളാണോ എന്ന് ചൂണ്ടിക്കാണിച്ചത്, ആ തെറ്റുകൾ ആവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാന്റെ കോപമുണ്ടാവുമെന്ന് വിശ്വാസികളെ ആദ്യം തന്നെ പഠിപ്പിക്കുകയാണ്. അത് ജൂതന്മാർക്കല്ലേ കോപം ഉണ്ടാവുള്ളൂ, നമുക്ക് ബാധകമല്ല. അല്ല, ഇത് നമ്മളെ കൊണ്ട് ആവർത്തിച്ചു 17 തവണ നിർബന്ധമായി. സുന്നത്ത് നിസ്കാരത്തിൽ വേറെ, തനിയെ പാരായണം ചെയ്യുമ്പോൾ പിന്നെയും ഇത് ആവർത്തിക്കുന്നത് ഒരു സത്യവിശ്വാസി ഒരിക്കലും ജൂതന്റെ തെറ്റായ വിശ്വാസങ്ങളോ തെറ്റായ നടപടികളോ ധിക്കാര മനസ്സുരിയോ അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളെ മറച്ചു വെക്കുന്ന പാപങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി വേദഗ്രന്ഥത്തിൽ അള്ളാഹു വ്യക്തമാക്കിയ കാര്യങ്ങളെ മറച്ചു പിടിക്കുന്ന ആ സ്വഭാവത്തിന്റെ പേരിലാണ് അവര് ശാപത്തിന് പാത്രമായത്, കോപത്തിന്. ഇതേ രീതി അള്ളാഹു വർഗീയതയില്ല എന്ന് ഞാൻ എല്ലാ ആഴ്ചയും പറയണ്ടല്ലോ. ജൂതന്മാരായി എന്നത് കൊണ്ടല്ല, ഈ സ്വഭാവമുള്ളത് കൊണ്ടാണ് അള്ളാന്റെ കോപശാപത്തിന് പാത്രമായത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഇതേ സ്വഭാവങ്ങൾ ഉണ്ടായാൽ അവരും ആ ശാപകോപത്തിന് പാത്രമാവും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സൂറത്ത് മാഇദയിലെ 60-ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഖുൽ ഹൽ ഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലിക മസ്റൂബത്തൻ മിനല്ലാഹ്. ജൂതന്മാര് അവരുടെ സൗകര്യത്തിന് വേണ്ടി അള്ളാഹുവിന്റെ നിയമങ്ങളെ വളച്ചൊടിച്ചപ്പോൾ അവര് പറയാൻ മുഹമ്മദ് നബിയോട് കൽപ്പിക്കുകയാണ്, അതിനേക്കാൾ അപകടം പിടിച്ച നാശം പിടിച്ച ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? മസൂബത്തൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഇവിടത്തെ തെറ്റിന് പ്രതിഫലമായി ലഭിക്കുന്ന ഏറ്റവും ശർറായ ഒരു കാര്യം എന്താ? മൻ ലഅനഹുല്ലാഹ്. ആർക്കാണെന്നറിയോ? ആരെയാണോ അല്ലാഹു ശപിച്ചത് അവർക്ക് അവിടെ കിട്ടാനുള്ളത്. വഉളിബ അലൈഹി, ആരുടെ പേരിലാണോ അല്ലാഹു കോപിച്ചത് അവർക്ക് കിട്ടാനുള്ളത്. വജഅല മിൻഹുൽ ഖിർദത വൽ ഖനാസീറ. റബ്ബിന്റെ ക്രോധത്തിന്റെ കടുപ്പുന്നാലോചിക്കുക. അവരിൽ നിന്ന് നാം കുരങ്ങുകളെ ഉണ്ടാക്കി, പന്നികളെയും. ആലോചിച്ചു നിങ്ങൾ, അവരിൽ നിന്ന് കുരങ്ങുകളെയും പന്നികളെയും. ഖുർആനാണ്, കഥയല്ലത്, സംഭവിച്ചതാണിത്. അല്ലാഹു പറയുന്ന സത്യമാണ്. ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ളത് സത്യമാണ്. ഇത് റബ്ബ് പറഞ്ഞതാ. മനുഷ്യന്മാരോ ഒരു മൗലവിയോ ഒരു നേതാവോ ഒരു സാഹിത്യകാരൻ എഴുതിണ്ടാക്കിയ കഥയല്ല ഇത്. മാഇദ സൂറത്തിലെ 60-ാമത്തെ ആയത്ത് അവരോട് അല്ലാഹുവിന്റെ കോപത്തിന്റെ കാഠിന്യം സൂചിപ്പിക്കാൻ വജഅല മിൻഹുൽ ഖിർദത, അവരിൽ നിന്ന് കുരങ്ങുകളെ ഉണ്ടാക്കി, വഖനാസീറ, പന്നികളെയും.
എന്തെന്നറിയോ കാരണം? അല്ലാഹു അല്ലാത്ത ദുശക്തികളെ ആരാധിച്ചു, ശിർക്ക് ചെയ്തു. താഗൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളല്ലാതെ ആരാധിക്കുന്നുവോ, ആരോട് അള്ളല്ലാത്ത ആരോട് പ്രാർത്ഥിക്കുന്നുവോ, അള്ളാഹു അല്ലാത്ത ആരോട് സഹായത്തേട്ടം നടത്തുന്നുവോ അവർക്ക് മൊത്തത്തിൽ പറയാവുന്നതാണ് താഗൂത്ത്. അതിൽ പ്രധാനമായിട്ടും പിശാചുക്കളും ജിന്നുകളും പിശാചുക്കളും അതുപോലെ വിഗ്രഹങ്ങളൊക്കെയാണെന്ന് മാത്രം. അള്ളാഹു അല്ലാതെ പ്രാർത്ഥിക്കപ്പെടുന്ന സഹായതേട്ടം നടത്തപ്പെടുന്ന എല്ലാത്തിനും പൊതുവായി ഉപയോഗിക്കുന്ന വാക്കാണ് താഗൂത്ത്. ആ ജൂതന്മാർക്ക് സംഭവിച്ചത് അല്ല പറയാം, ആരാധിച്ചു എന്ന് തന്നെ. ഉലൈക ശർറു മക്കാനൻ, അവരാണ് സ്ഥാനത്തിൽ ഏറ്റവും മോശപ്പെട്ട സ്ഥാനം വഹിക്കുന്നവർ. ഏറ്റവും വഴിപിഴച്ചവർ. അള്ളാഹുവിന്റെ നേരായ മാർഗത്തിൽ നിന്ന് ഏറ്റവും വഴിപിഴച്ചവർ അവരാകുന്നു. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ വലവാലിയും കൂടി ചേർന്നിട്ടാണ് അത് തന്നെ. ഖുർആനിൽ വന്ന കോപത്തെ പറ്റി പറഞ്ഞിടത്ത്, ശാപത്തെ പറ്റി പറഞ്ഞിടത്ത് പിഴച്ചതും പറയും. നമുക്കത് വേറെ പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ വൈദ്യുതി അപദൂപിയ അലയിന്ന് മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ. അള്ളാഹു അനുഗ്രഹിച്ചാൽ അടുത്ത ആഴ്ച വലവാലിയും വിശദീകരിക്കുക. പക്ഷെ ഖുർആനിൽ ഇത് രണ്ടും ചേർന്ന് പറയുന്ന അനേകമായത്തുകൾ. ഈ വഴിപിഴച്ചവർ തന്നെയാണ് അള്ളാഹിൻ്റെ കോപത്തിനും ശാപത്തിനും പാത്രമാകുന്ന ആളുകൾ. ഈ സ്വഭാവം നമ്മളിലുണ്ടോ എന്നല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ടോ, സഹായതേട്ടം നടത്തുന്നുണ്ടോ എങ്കിൽ അപ്പേരിലാണ് അള്ളാഹ് ശപിച്ചതെങ്കിൽ, ആ പേരിലാണ് അള്ളാഹിൻ്റെ കോപത്തിന് പാത്രമായതെങ്കിൽ വളരെ സൂക്ഷിക്കണം. നമ്മുടെ വിശ്വാസം ശുദ്ധീകരിക്കുകയും ദൃഢപ്പെടുകയും ചെയ്യണം. പിന്നീട് സംശയിക്കാത്ത വിധം, ശങ്ക തോന്നാത്ത വിധം അള്ളാഹുവിനെ തവക്കുലാക്കി, അള്ളാഹുവിനെ ആശ്രയിച്ച്, അള്ളാഹുവിനെ അവലംബിച്ച് എൻ്റെ രക്ഷ അള്ളാഹുവിൽ മാത്രം, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രമെന്ന ഉറച്ച ബോധ്യത്തിൽ മുന്നോട്ട് നീങ്ങണം. അതിന് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു കാരണം അള്ളാഹ് പറയുന്നത് നിങ്ങൾക്ക് മനപ്പാടുള്ളൊരായത്താണ്. സൂറത്ത് ജുമയിൽ മസലുല്ലദീന ഹുമ്മിലുത് തൗറാത്ത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. മസലുല്ലദീന ഹുമ്മിലുത് തൗറാത്ത, തൗറാത്തിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കാൻ ബാധ്യത ഏൽപ്പിക്കപ്പെട്ടവർ, സുമ്മ ലം യഹ്മിലൂഹാ, പിന്നീട് അവർ ആ ഗ്രന്ഥം അവർക്ക് ലഭിച്ചെങ്കിലും ആ ബാധ്യത അവർ നിർവഹിച്ചില്ല. കമസലിൽ ഹിമാരി, അള്ളാന്റെ കോപത്തിന്റെ കാഠിന്യം ഇവിടെയും കാണാം. കമസലിൽ ഹിമാരി, കഴുകുകളുടെ ഉപമ പോലെ. തൊട്ടു മുമ്പ് കേട്ടതിൽ കുരങ്ങ്, പന്നികൾ എന്ന് അള്ളാഹ് പറഞ്ഞു. ഇവിടെ പറയുന്നത് കഴുതുകളുടെ ഉപമ പോലെ. അഹ്മിലു അസ്ഫാറ, വലിയ വിജ്ഞാന ഗ്രന്ഥങ്ങൾ കെട്ടുകെട്ടാക്കി കഴുതയുടെ പുറത്ത് വെച്ച് അതും കൊണ്ടുപോകുന്ന കഴുതകളെ പോലെ. ബിഅസ മസലുൽ ഖൗമില്ലദീന കദ്ദബൂ ബിആയാതില്ലാ, അള്ളാഹിന്റെ ആയത്തുകളെ കളവാക്കിയവരെ എത്ര മോശപ്പെട്ട ഉപമയാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, ഇത്തരം അക്രമികളെ അള്ളാഹു ഒരിക്കലും വിധാനത്തിലാക്കൂല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇതും ജൂതന്മാരെ പറ്റി പറഞ്ഞതാണ്. തൗറാത്ത് അറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കാൻ ബാധ്യതപ്പെട്ടവർ ജൂതന്മാരായിരുന്നു, പിന്നീട് ക്രിസ്ത്യാനികളുമായിരുന്നു എന്ന് നമുക്കറിയാം. എന്തുണ്ടായത്? അവർക്ക് സൗകര്യമുള്ള പോലെ ജീവിച്ച്, തോന്നിവാസികളെ പോലെ ജീവിച്ച്, അള്ളാഹുടെ നിയമം എന്താണെന്ന് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുത്തില്ല, അറിയിച്ചു കൊടുത്തില്ല, അതവർ വഹിച്ചില്ല. ഏതുപോലെ ഗ്രന്ഥം കിട്ടിയിട്ടില്ല. അഹ്ലുൽ കിതാബല്ലേ? അതെ, ഗ്രന്ഥണ്ട്, അള്ളാഹുടെ ഗ്രന്ഥണ്ട്, പ്രകാശമായ ഹിദായത്തായ റഹ്മത്തായ ഗ്രന്ഥം കയ്യിലുണ്ട്. ഏതുപോലെ? കഴുതയുടെ പുറത്ത് വല പിടിച്ച വിജ്ഞാനത്തിന്റെ ഗ്രന്ഥങ്ങൾ കെട്ടിവെച്ച് കൊടുത്തു നോക്കിയ കഴുത.
എന്തെങ്കിലും വിശേഷ കഴുതൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്ത് കെട്ടുണ്ടെന്ന് വെച്ചിട്ട് നല്ല ഇൽമുള്ള ഗ്രന്ഥങ്ങളാ പുറത്തുള്ളത്. കഴുതൊക്കെ എന്തെങ്കിലും ഇൽമു കിട്ടുമോ? ഇതുപോലെ ഇവിടെയും നമുക്ക് ആശ്വസിക്കാൻ വകയില്ല സഹോദരങ്ങളെ. ഇത് ജൂതന്മാരല്ലേ? നമ്മുടെ സ്ഥിതി എന്താ? ഒരു ഗ്രന്ഥം, അവസാനത്തെ റബ്ബിൻ്റെ കിതാബ്, ലോകത്തിന് വഴികാട്ടിയായ കിതാബ്, വിശ്വാസികൾക്ക് സന്തോഷ വാർത്തയായ കിതാബ്, പിഴച്ചവർക്ക് മുന്നറിയിപ്പായ കിതാബ്, ഇരുട്ടിൽ വെളിച്ചം കാണിക്കുന്ന കിതാബ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമുക്ക് എന്തെങ്കിലും അറിയോ? ഫാത്തിഹയുടെ പോലും അറിയില്ലല്ലോ. ആ ഉപമ കൃത്യം ഇങ്ങോട്ട് വരില്ലേ നമ്മുടെ മേത്തേക്ക്? ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഇവിടെ ഞായറാഴ്ച 9 മണിക്ക് 9:15 എല്ലാ ഞായറാഴ്ചയും ഖുർആൻ ക്ലാസ് ഉണ്ട്. എത്ര തവണ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കഴുതയുടെ ഉപമയാണ്. അത് വേണോ നമുക്ക്? അല്ലാഹ് ആക്കട്ടെ. ഗ്രന്ഥം, ഞങ്ങളൊക്കെ ഒരു ഖുർആനുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ് ഖുർആനോട്, ബഹുമാനമാണ്. സാധാരണ പുസ്തകം സൂക്ഷിക്കുന്ന പോലെ അല്ലല്ല ഖുർആൻ നമ്മൾ സൂക്ഷിക്കാം. ഏറ്റവും മീതല്ല വെക്കുക, ഏറ്റവും മീതല്ല വെക്കുക. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞാനൊരു കാഴ്ച കണ്ട്. ഖുർആന്റെ മീതെ ഷോക്കേസിൽ മൗലിദ് കിതാബ്. അപ്പോൾ അയാളെ ഓർമ്മ ഈ ഖുർആനിലും ബഹുമാനപ്പെട്ടതായിരിക്കും. മനുഷ്യന്മാരെ എഴുതിണ്ടാക്കിയ ഈ പാട്ട് അള്ളാഹുടെ കിതാബിനേക്കാളും വലുത് അത്ഭുതമായിരിക്കുന്നതായിരിക്കും. ഞാൻ അതെടുത്തിട്ട് മാറ്റി മുസാഹിബ് മൊഴി വെച്ച്. സാധാരണഗതിയിൽ ഖുർആനോട് ഒരു ബഹുമാനം ഉണ്ടാവും. അതുകൊണ്ടാണ് പണ്ടൊക്കെ ഒരു കവറിൽ, തുണി കൊണ്ടുള്ള കവറിൽ വെച്ച് കെട്ടിപ്പൂട്ടി വെച്ചിരുന്നത്. എന്തെങ്കിലും അതിൽ നിന്നൊരു ഇൽമ നമുക്ക് നേടാൻ പറ്റുന്നുണ്ടാ? ആ ഇൽമ വെച്ച് അമല് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടാ? ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ജൂതന്മാരെ പറ്റിയല്ലേ പറഞ്ഞതെന്ന് ആശ്വസിക്കാൻ നമുക്ക് വകുപ്പില്ല. അതേ സ്വഭാവം ഖുർആൻ ഉണ്ടായിട്ടും അതെന്താണെന്ന് അറിയാൻ ഒരു താല്പര്യവുമില്ല. ആ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള കാതിക്കോടുണ്ട്, ഇവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്, സലഫിയൊക്കെ അടുത്തടുത്തുണ്ടല്ലോ. ഇതൊക്കെ എവിടെന്നെങ്കിലും ഒന്ന് ഖുർആൻ പഠിക്കാം, എവിടെന്നെങ്കിലും ഒന്ന് ഖുർആൻ പഠിക്കാൻ ഒരു താല്പര്യം കാണിക്കണ്ടേ? ഈ വിശേഷത്തിന്, കഴുതകളുടെ വിശേഷണത്തിന് നമ്മൾ ഏറ്റവും മോശപ്പെട്ട വിശേഷമാണെന്നാണ് അള്ളാഹ് തന്നെ പറയുന്നത്. അപ്പോൾ അള്ളാഹു അതിൽ നിന്നും നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പിന്നെ കോപം കിട്ടിയ കാരണം അള്ളാഹ് പറയുന്നത് വയുഅദ്ദിബുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത്. അള്ളാഹു കപടവിശ്വാസികളെയും കപടവിശ്വാസിനികളെയും കാപട്യമുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അള്ളാഹ് ശിക്ഷിക്കുന്നതാണ്. വൽ മുശ്രികീന വൽ മുശ്രികാത്ത്. അള്ളാഹുൽ പങ്കുചേർക്കുന്ന പുരുഷന്മാരെയും അള്ളാഹുൽ പങ്കുചേർക്കുന്ന സ്ത്രീകളെയും അള്ളാഹ് ശിക്ഷിക്കുന്നതാണ്. അല്ലാഹീന ബില്ലാഹി വന്നസൗ. അള്ളാഹിനെ കുറിച്ച് മോശം വിചാരമുണ്ടായ അവർക്ക് വളരെ മോശപ്പെട്ട വിചാരമാണ്. അള്ളാഹുൽ പങ്കുചേർക്കുന്ന ആൾക്ക് മോശപ്പെട്ട, അള്ളാഹിനെ കൊണ്ട് മാത്രം കഴിയില്ല എന്നാണ്. ഞാൻ ചോദിക്കുന്ന കാര്യം, എന്നെ ബാധിച്ച അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹിനെ കൊണ്ട് കഴിയില്ല. ഒരു മോശപ്പെട്ട വിചാരം. അപ്പൊ ഷെയ്ഖിനെ വിളിച്ചു, ഔലിയനെ വിളിച്ചു, ജാറത്തിൽ പോയി ബീവിയെ കണ്ടു, തങ്ങളെ കണ്ടു. ഏതെങ്കിലും ഒന്നുകൊണ്ട് മാറാൻ, അല്ലെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നേടിത്തരാൻ അള്ളാഹിനെ കൊണ്ട് കഴിയില്ല. അള്ളാഹിനെ പറ്റി മോശം വിചാരം. കപട വിശ്വാസിയുടെ മോശം വിചാരം എന്താ? ഞാൻ പറ്റിക്കണം അള്ളാഹിനെ. വിശ്വാസികളെ മുസ്ലിമായിട്ടല്ലേ അറിയുന്നത്, പള്ളിയിലൊക്കെ പോകണ്ടല്ല, നിസ്കാരത്തിനൊക്കെ കൂടെ കൂടുന്നുണ്ടല്ല. മുനാഫിക്ക, ഉള്ളിൽ ഇസ്ലാമില്ല, ഉള്ളിൽ ഈമാനില്ല, അള്ളാഹിനെപ്പറ്റി ഭയമില്ല, പ്രലോകത്തെക്കുറിച്ച് ചിന്തയില്ല, തോന്നിവാസിയായി ജീവിക്കുകയാണ്. എന്നാൽ അറിയപ്പെടുന്നതോ അങ്ങനെ ആൾക്കാരുണ്ട് നമ്മുടെ ഉമ്മത്തിൽ. മുസ്ലിമായിട്ട് തന്നെ അറിയപ്പെടും. പെരുന്നാളൊക്കെ ഉണ്ട് അവർക്ക്. ദീനിൻ്റെ നിർബന്ധ കർമ്മം പോലും ഇല്ല, ഒരു ഭയവും ഇല്ല. 5 നേരത്തെ ഫർളായ നിസ്കാരം, അതിനെപ്പറ്റി ഒരു ഭയമില്ല. ആലോചിച്ചോളി, മുസ്ലിമാണോ? മുസ്ലിമാണ്. എന്താ പറഞ്ഞത്?
മുനാഫിക്കായ പുരുഷനെയും മുനാഫിക്കത്തായ സ്ത്രീയെയും അള്ളാഹ് ശിക്ഷിക്കും. അവർ അള്ളാഹിനെ കുറിച്ച് മോശം വിചാരിച്ചു. അവർ വിചാരിച്ചത് അള്ളൊന്നും അറിയാൻ പോണില്ല. നമ്മ പള്ളിയിൽ ഈ ആദ്യത്തെ മുനാഫിക്കല്ല, ആദ്യത്തെ നിബിരെ കൂടെ സ്കരിക്കുന്ന ചില്ലറ അള്ളാഹുടെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ ആലോചിക്കണം. നമ്മളൊന്നും ആ പ്രശ്നത്തിലേക്ക് പോകില്ലെന്നല്ല നമ്മളെ വിചാരം. നമ്മുടെ പള്ളിയേക്കാൾ 1000-ൽ കൂടുതൽ മടങ്ങ് പുണ്യം കിട്ടുന്ന മസ്ജിദുൻ നബവിയിൽ അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹബീബായ പ്രവാചകന്റെ പിന്നിൽ നമസ്കരിക്കുന്ന മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. ആലോചിച്ച് നോക്കണം, പേടിക്കണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ നിഫാഖിൽ നിന്ന്, കുഫറിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ചില്ലറ കളിയല്ലത്. ഇത്രയും പരിശുദ്ധമായ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന തടയപ്പെടാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിസ്കരിച്ചവരെ പറ്റി ആയത്തിറക്കണല്ല. നിന്റെ കൂടെ വന്നവർ ചതിയന്മാരാണ്, വഞ്ചിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുടെ ഹൃദയം കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹ് അറിയില്ലാന്നാണോ? മോശപ്പെട്ട ധാരണയാണ്. അലൈഹിം ദാഇറത്തുസ്സൂ, അവർക്കാണ് എല്ലാ വിപത്തുകളും സംഭവിക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ വിഷയം. അവരുടെ മേൽ അല്ലാഹ് കോപിച്ചിരിക്കുന്നു. അവരെ അല്ലാഹ് ശപിച്ചിരിക്കുന്നു. അവർക്കാണ് നരകം തയ്യാറാക്കിയിട്ടുള്ളത്. ഏറ്റവും മോശപ്പെട്ട മടക്ക സ്ഥലമാണ് നരകം. റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇതൊക്കെ ഏതോ ആൾക്കാരെ പറ്റിയത് നമ്മൾ ആശ്വസിക്കാണ്. ആ സ്വഭാവം നമ്മിലേക്ക് വരുന്നുണ്ടോ? തെറ്റായ വിശ്വാസം നമ്മിലുണ്ടോ? തെറ്റായ നടപടികൾ നമ്മിലുണ്ടോ? നിർബന്ധമായത് ഉപേക്ഷിക്കുന്നുണ്ടോ? ഹറാമാക്കിയത് ചെയ്യുന്നുണ്ടോ എന്ന സ്വയം പരിശോധന നടത്തി അള്ളാഹിന്റെ കോപശാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നാം ഓരോരുത്തരും ഒന്നിച്ച് പറ്റൂലട്ടാ. ഒരു കൂട്ടരെ ഒന്നിച്ചിങ്ങനെ മുക്കിയെടുക്കാൻ പറ്റില്ല. അയാൾ വിചാരിക്കണം, ആളെ ഹൃദയത്തിലേക്ക് ഈമാൻ കടക്കണം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹിൻ്റെ കോപശാപത്തിന് കാരണമായ അനേകം കാര്യങ്ങൾ ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു. ഇപ്പം നിങ്ങൾ കേട്ടത് ഫത്തഹില 6-ാമത്തെ ആയത്താണ്. ഇനി അൽ-ബഖറയിൽ അല്ലാഹു പറയുന്നത് ശ്രദ്ധിക്കൂ. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ബിൽ കിതാബി ഉലൈക യൽഅനഹുമുല്ലാഹു വയൽഅനഹുൽ ലാഇനൂൻ. ഇന്നല്ലദീന യക്തുമൂന, മറച്ചു വെക്കുന്നവർ. വളരെ ശ്രദ്ധിക്കുക. മറച്ചു പിടിക്കുന്നവർ. മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി, ജനങ്ങൾക്ക് വിശദീകരണമായി നാം ഇറക്കിയതിനെ മറച്ചു വെക്കുന്നവർ. വൽ ഹുദ, ജനങ്ങൾക്ക് സന്മാർഗം കാണിക്കാനായി നാം ഇറക്കിയ വചനങ്ങളെ മറച്ചു പിടിക്കുന്നവർ. മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ബിൽ കിതാബി, അള്ളാഹിന്റെ വേദഗ്രന്ഥത്തിൽ അള്ളാഹ് വിശദീകരിച്ചതിന് ശേഷം ജനങ്ങളിൽ നിന്ന് അത് മറച്ചു പിടിച്ചവർ. ഉലൈക യൽഅനഹുമുല്ലാഹ്, അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. വയൽഅനഹുൽ ലാഇനൂൻ, അള്ളാഹ് മാത്രമല്ല ആരൊക്കെ ശപിക്കും അവരൊക്കെയും ശപിക്കും. അള്ളാഹ് പറഞ്ഞു സൂറത്തുൽ ബഖറയിലെ 159-ാമത്തെ ആയത്ത്. നമ്മുടെ ഉമ്മത്തിലുണ്ടത്. അള്ളാഹ് ഇറക്കിയ ഖുർആൻ ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ ബാധ്യതപ്പെട്ട പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുക്കണ്ട. പഠിക്കണ്ടെന്ന് പറഞ്ഞേ
പഠിക്കേണ്ടതില്ല, ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കേണ്ടതില്ല എന്നാ ഗ്രന്ഥരചന എടുത്ത് നാടാ കേരളം. പ്രസംഗത്തിൽ നിങ്ങൾ കാറ്റിൽ പോയി വിചാരിക്കാറ്. അച്ചടിച്ച ബുക്ക് ഫാത്തിഹയുടെ അർത്ഥം പഠിക്കുന്നത് പോലും സുന്നത്തല്ല. ഖുർആന്റെ അർത്ഥം സാധാരണക്കാർ പഠിച്ചാൽ പഠിച്ചു എന്നാ പറഞ്ഞത്. ഇതന്നല്ലേ പറഞ്ഞത്. അള്ളാഹുടെ കിതാബില് അള്ളാഹ് ജനങ്ങൾക്ക് വേണ്ടി ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹ് ഇറക്കിയത്. മറച്ചു പിടിക്കുന്നവർ അവരെ അള്ളാഹു ശപിക്കും, ശപിക്കുന്നവരൊക്കെ ശപിക്കും. ആ ശപിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഒരാള് ഖുർആൻ പഠിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചാലേ, ഞായറാഴ്ച ഇപ്പോൾ നമ്മൾ 9:15 ക്ലാസ്സിലായി വരികയാണ്. മഴ ഉണ്ടാവും, ചിലപ്പോൾ വെയിലുണ്ടാവും, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അവർക്ക് വേണ്ടിയിട്ടേ, പക്ഷികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക്, സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും ഇൽമ് തേടി പുറപ്പെട്ട ഖുർആന്റെ ഇൽമ് തേടി പുറപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് മറച്ചു പിടിക്കുമ്പോൾ അവര് തന്നെയാണ് എന്ത് ചെയ്യുക? ശപിക്കുക. ആ ജനങ്ങൾ ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് തടസ്സമുണ്ടാക്കുമ്പോൾ ശപിക്കുക അവർ തന്നെയായിരിക്കും. ഇനി നോക്കൂ നിങ്ങൾ, ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബി വയശ്തറൂന ബിഹി സമനൻ ഖലീലാ. വെറുതെ എല്ലാം മറച്ചു പിടിക്കുന്ന അള്ളാഹ് പറഞ്ഞു. അള്ളാഹ് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അവതരിപ്പിച്ച കിതാബ് ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്ന എന്തിനു വേണ്ടി എന്നാ പറഞ്ഞത്? യശ്തറൂന ബിഹി സമനൻ ഖലീലാ, ദുനിയാവിലെ ചില്ലറ ലാഭത്തിന് വേണ്ടി, ജനങ്ങളെ ചൂഷണം ചെയ്യാൻ. ശരിയായ മതം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൂല, വിശ്വാസവും അനുഷ്ഠാനവും ആചാരം. അവർക്കെന്തെങ്കിലും കയ്യിൽ തടയുന്ന പരിപാടികൾ ഉണ്ടാക്കി കൊടുക്കുക മതമായിട്ട്. ഒരാൾ കൃത്യമായിട്ട് 5 നേരം നിസ്കരിച്ചാൽ മൊയ്ലാർക്ക് എന്ത് കിട്ടാൻ? ഒരാൾ റമദാനിൽ നോമ്പ് പിടിച്ച് മൊയ്ലാർക്ക് എന്ത് കിട്ടാൻ? പക്ഷേ ഇതിന് ബദലായി ഇവരുണ്ടാക്കുന്ന ബിദ്അത്തുകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിലൊക്കെ ചൂഷണം. അള്ളാഹ് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. വയശ്തറൂന ബിഹി സമനൻ ഖലീലാ, നിസ്സാര വിലക്ക് വേണ്ടിയിട്ട് ഇത് മറച്ചു വെച്ച്. ഉലൈക മാ യഅ്കുലൂന ഫീ ബുതൂനിഹിം മിനൻ നാർ. അവർ ഓർക്കട്ടെ, ആ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് തിന്നുന്നത്, അവരുടെ വയറ് നിറക്കുന്നത് നരകത്തിലെ തീയാകുന്നു. അള്ളാഹ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹ് പറഞ്ഞതാ, അവരെ വയറ്റിലേക്ക് അവർ തിന്നുകൊണ്ടിരിക്കുന്നത് നരകത്തിലെ തീയാകുന്നു. വലാ യുകല്ലിമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവരോട് സംസാരിക്കില്ല. വലാ യുസക്കീഹിം, അവരെ ഒരിക്കലും നന്നാക്കൂല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ആ ആയത്തിനെ തുടർന്ന് ഇത് അൽ ബഖറയിലെ 174, അടുത്തത് 175. ഉലൈകല്ലദീന ഇശ്തറൗ ളലാലത ബിൽ ഹുദാ. ഇങ്ങനെ ചെയ്യുന്നവരായിരുന്നു അറിയോ? ഹിദായത്ത് കൊടുത്തിട്ട് വലാലത്ത് വിലക്ക് മേടിച്ചുകൊണ്ടിരിക്കാം. അള്ളാഹ് ഹിദായത്തായിട്ട് വന്നതിനെ വിറ്റിട്ട് വാങ്ങുന്നത് വലാലത്ത്. വൽ അദാബ ബിൽ മഗ്ഫിറ, അള്ളാഹിന്റെ പാപമോചനത്തിന് പകരം അള്ളാഹിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഫമാ അസ്ബറഹും അലന്നാർ, അവസാനം അള്ളാഹ് ആയത്ത് അവസാനിപ്പിച്ച് നോക്കിയത് നിങ്ങൾ, നരകത്തെയും സ്വർഗത്തെയും സൃഷ്ടിച്ചത് റബ്ബാണ്. ദുനിയാവിലെ ഒരു കാര്യവുമായി അതിനെ സാമ്യപ്പെടുത്താൻ പറ്റില്ല, രണ്ടിനെയും. ദുനിയാവിൽ അനേകം സുഖങ്ങളുണ്ട്, അത് അള്ളാഹിൻ്റെ സ്വർഗവുമായി ഒരിക്കലും താരതമ്യത്തിന് വിധേയമല്ല. ദുനിയാവിൽ വേദനയുടെയും പ്രയാസത്തിൻ്റെയും പല സന്ദർഭങ്ങളും. തീ തന്നെയുണ്ട്, തീ പൊള്ളലേക്ക് മരിച്ചത്, തീ പിടിച്ചു മരിച്ചതൊക്കെ ഉണ്ട് ദുനിയാവിൽ. ഒരിക്കലും അത് നരകത്തിലെ ചൂടുമായി തീയുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് അള്ളാഹു പടച്ചത്. അള്ളാഹ് ചോദിച്ച ചോദ്യം കേട്ടില്ലേ? എങ്ങനെ ഇവർക്ക് ക്ഷമിക്കാൻ പറ്റൂ നരകം? എങ്ങനെ എങ്ങനെ ഇവർക്ക് ഇത് ക്ഷമിക്കാൻ പറ്റുന്ന? നരകത്തെ പറ്റി ഒരു പേടിയില്ലേ? പ്രിയപ്പെട്ടവരെ, അള്ളാഹുടെ ഖുർആൻ മറച്ചു പിടിക്കാനുള്ളതല്ല, ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനുള്ളതാണ്. ശരിയായ ഈമാൻ എന്താണ്, ശരിയായ ഇസ്ലാം എന്താണ്, ശരിയായ നടപടി എന്താണ്, അള്ളാഹ് നിർബന്ധമാക്കിയ കാര്യങ്ങൾ എന്താണ്, അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ എന്താണ് എന്ന് ഖുർആൻ ഓതി ജനങ്ങൾക്ക് വിശദീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ അല്പം ത്യാഗം സഹിക്കേണ്ടി വന്നാലും
നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കില്ലേ, പക്ഷികൾ പ്രാർത്ഥിക്കില്ലേ, ഉറുമ്പുകൾ പ്രാർത്ഥിക്കില്ലേ, മത്സ്യങ്ങൾ പ്രാർത്ഥിക്കില്ലേ? ഖുർആൻ പഠിക്കാൻ പുറപ്പെട്ടാൽ പരിശ്രമിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവൻ്റെ കോപശാപങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവൻ അനുഗ്രഹിച്ചവരാരാണോ അവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.